എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തിടെ PSC ചോദിച്ച ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന എപ്പിസോഡുകളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഈ ഒരു വീഡിയോ. ഇന്ന് നമ്മൾ 2022 ചോദിച്ച ഒരു 10th ലെവൽ ചോദ്യപേപ്പറിലെ 20 GK ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത 20 ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണോ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത്? അല്ല, അത് തെറ്റാണ്. കാരണം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ന്യായവാദത്തിന് അർഹമായതാണ്. അത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സ്വത്തവകാശത്തെ ഒഴിവാക്കി. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 1, 3, 4 മൗലികാവകാശങ്ങളുമായി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം 22. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം, സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. അതും മൗലിക കടമകളിൽ ഉൾപ്പെട്ടതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അത് മൗലിക കടമകളിൽ പെട്ടതല്ല. ഇനി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അതും മൗലിക കടമകളിൽ പെട്ടതല്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 3ഉം 4ഉമാണ് ഇവിടെ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 23. ശരിയായ പ്രസ്താവന ഏത്? 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഓരോന്നും വായിക്കാം. ഓപ്ഷൻ എ, ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ഇത് ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം മറാത്തി ഭാഷയിലല്ല ദേശഭക്തി ഗാനം രചിച്ചിട്ടുള്ളത്. അതായത് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് മറാത്തി ഭാഷയിലല്ല, ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബംഗാളി ഭാഷയിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആണോ? അല്ല, അതും തെറ്റാണ്. കാരണം ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് നമ്മുടെ ദേശീയ ഗാനമാണ്. എന്നാൽ നമ്മുടെ വന്ദേ മാതരമായ ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശരാഗം എന്ന രാഗത്തിലാണ്. അപ്പോൾ അതും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അത് ശരിയാണ്. അടുത്ത ഓപ്ഷൻ തന്നിരുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത് എന്നാണ്. അതും തെറ്റാണ്. കാരണം ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നല്ല, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നതായിരുന്നു. ഇവിടെ ഉത്തരം 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇത് തെറ്റാണ്. കാരണം 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയല്ല, 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. അത് ശരിയാണ്. അടുത്തത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അതും ശരിയാണ്. ഇവിടെ 2ഉം 3ഉം ശരി, 1 തെറ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തവയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, 1 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം 25. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 12 ഒക്ടോബർ 1903 നിലവിൽ വന്നു. അത് ശരിയാണ്. അതായത് 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അത് തെറ്റാണ്. കാരണം അധ്യക്ഷനാവേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയ വ്യക്തിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകേണ്ടത്, അധ്യക്ഷനാകേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരി. ഉത്തരം ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 26. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ
ശരിയായവ ഏത്? സ്റ്റേറ്റ്മെൻറ്റുകൾ: തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. 26-ൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്: 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങൾ ഉണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ പതാക നിയമം ഏത് വർഷമാണ്? 2002. അടുത്തത്: നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 ആണ് എന്നുള്ളത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്: ഖാദി വ്യവസായ ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ 1, 2, 4 ശരി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 27. ഇതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം തന്നെയായിരുന്നു. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്തവ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരുന്നത് ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. അത് തെറ്റാണ്. കാരണം ഭാരത ഭാഗ്യവിധാത എന്നതാണ് ആദ്യ നാമം. മുഴുവൻ പേര് ഭാരത ഭാഗ്യവിധാത എന്നായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്: ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. അത് ശരിയാണ്. ചില സ്ഥലങ്ങളിൽ അത് സരളാദേവി ചൗധരി എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ സരളാദേവി ചൗധറാണി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അത് തെറ്റാണ്. കാരണം 1950 ജനുവരി 26-നല്ല 24-നാണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ഇതേ ദിവസം തന്നെയാണ് വന്ദേ മാതരത്തെ ദേശീയ ഗീതമായും അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്: മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്നുള്ളത് തെറ്റാണ്. കാരണം ഇത് INC സമ്മേളനത്തിൽ ആലപിച്ച സമയത്ത് BN ദർ ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യമായിട്ട് ഏത് വർഷം നടന്ന INC സമ്മേളനത്തിലാണ് ജനഗണമന ആലപിച്ചത്? എന്താണ് ചോദ്യം? ആദ്യമായി ഏത് വർഷത്തിൽ നടന്ന INC സമ്മേളനത്തിലാണ് ജനഗണമന ആലപിച്ചത് എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നുള്ളത് തെറ്റാണ്. 2 ശരിയാണ്. അടുത്ത ചോദ്യം: കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. സുഷമ സിംഗ്, ദീപക് സന്ധു. ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ വിവരാവകാശ കമ്മീഷനിൽ നാളിതുവരെ ചെയർമാനായിട്ടുള്ളൂ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ളൂ. ഈ 2 പേർ ദീപക് സന്ധു, സുഷമ സിംഗ്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത് ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. നോക്കാം. MKSS വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അത് ശരിയാണ്. MKSS എന്നാൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. MKSS വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ശരിയാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. അത് ശരിയാണ്. കാരണം സ്വത്തവകാശം ആദ്യം മൗലികാവകാശങ്ങളിൽ പെട്ടതായിരുന്നു. എന്നാൽ അതിനെ പിന്നീട് നിയമാവകാശമാക്കി മാറ്റി 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഓക്കെ, അടുത്തത് ബഹുമതികൾ റദ്ദാക്കൽ മൗലികാവകാശമാണ്. അത് ശരിയാണ്. കാരണം ആർട്ടിക്കിൾ 18 ബഹുമതികൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അത് മൗലികാവകാശമാണ്. അടുത്തത് 4-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്ന്? ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 31. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായിരുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ? ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം: സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുഹമ്മദ് ഇഖ്ബാൽ ആണ് സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം 34. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. ഇത് തെറ്റാണ്. ബന്ധമില്ലാത്തതാണ്.
കാരണം ഗാന്ധിജിയെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1924 INC സമ്മേളനത്തിലാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. അത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണ്. കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ശരി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത് 1ഉം 4ഉം. അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 35. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ ചൗരി ചൗര സംഭവം നടന്നത് ഏത് വർഷമാണ്? 1922 എന്നുകൂടി ഓർമ്മിച്ച് വെക്കുക. അടുത്ത ചോദ്യം 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം? ഉത്തരം ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം. അപ്പോൾ ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928 അത് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് 1ഉം 2ഉം. അതായത് ഓപ്ഷൻ ഡി ആണ്. അതായത് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം 38. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മിൻറ്റോ മോർലി പരിഷ്കാരമാണ്. ഉത്തരം ഓപ്ഷൻ എ, മിൻറ്റോ മോർലി പരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണിത്. ഓക്കെ. അടുത്ത ചോദ്യം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റു മരിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ 20 മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ, PSC ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ചോദ്യത്തോടൊപ്പവും പ്രധാനപ്പെട്ട മറ്റ് ഫാക്റ്റുകളും ഒക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യങ്ങൾ വന്ന മേഖലകളിൽ നിന്ന് ഇനിയും വരുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി തന്നെ മുഴുവൻ ഫാക്റ്റുകളും പഠിക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ഭാഗത്തു നിന്ന് വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ. താങ്ക് യു.